പണ്ടത്തെ പോലെ ഇന്ന് നമ്മൾ ഓരോ ന്യൂസും കേൾക്കുമ്പോൾ അത്രയധികം ആശ്ചര്യപ്പെടുന്നില്ല. ഇനി മാതാപിതാക്കളെ മക്കൾ കൊന്നെന്നുള്ള വാർത്ത, അല്ലെങ്കിൽ മക്കളെ മാതാപിതാക്കൾ കഴുത്ത് തിരിച്ച് കൊല്ലുക, പ്രസവിച്ച വടെ അങ്ങ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പ്രസവിച്ച വടെ അങ്ങ് കൊന്നുകളയുക, ഇങ്ങനെയുള്ള പല ന്യൂസുകളും ദിനം പ്രതി നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്കൊരു പുത്തനായിട്ട് തോന്നുന്നില്ല, വലിയൊരു ആശ്ചര്യവും തോന്നുന്നില്ല. അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഗർഭിണിയാവുക, പ്രസവിക്കുക, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ദിനം പ്രതി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയൊരു ആശ്ചര്യം ഉളവാക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ ഒരേ വേവ് ലെങ്തിലുള്ള 2 ന്യൂസാണ് നമ്മൾ കേട്ടേക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ +1 പഠിക്കുന്ന പയ്യൻ ഗർഭിണിയാക്കി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് 14 വയസ്സുകാരിയെ ഗർഭിണിയാക്കി എന്നുള്ള ന്യൂസും നമ്മൾ കേട്ടത്. ഇതൊക്കെ നമുക്കൊരു ആശ്ചര്യം ഉളവാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിച്ചേ മതിയാവൂ. കാരണം നമ്മുടെ വീട്ടുമുറ്റത്തും നാളെ ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൺമുന്നിലും ഇതുപോലുള്ള അനീതികൾ ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രതികരിച്ചേ പറ്റൂ. 1-2 ദിവസം കഴിഞ്ഞാൽ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കെട്ടടങ്ങും. പക്ഷെ ജീവിതാവസാനം വരെ ഈ ഒരു വിഴുപ്പ് ചുമക്കുന്ന രീതിയിലായിരിക്കും ആ വീട്ടുകാരും, അതുപോലെ പെൺകുട്ടിയായാലും ആൺകുട്ടികളായി കഴിഞ്ഞാലും. നമ്മൾ ആദ്യം ഒരു ക്ലാസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു തുടങ്ങണം. നമ്മുടെ മക്കൾക്ക് എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് സ്കൂൾ ലൈഫ് മുതൽ അവർ ഫോണിലാണ് കംപ്ലീറ്റ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഫോണിൽ തന്നെ, സ്കൂളിലെ ഗ്രൂപ്പായാലും എന്തായാലും കുട്ടികൾ നോക്കും കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്, അവർ ആ ഗ്രൂപ്പും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും പോകുന്നത്. കുട്ടികൾ വന്ന് ഫോൺ എടുത്ത് റൂമിൽ പോയി കണ്ടാ കാണുന്നത്, എന്താ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണ് നമ്മുടെ മക്കളൊന്നും ചെയ്യില്ല, ഒരു തെറ്റിലേക്കും പോവില്ല എന്നുള്ളത്. ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ള എല്ലാ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവർ മൊബൈലിൽ എന്താണ് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം അത്തരത്തിലായിട്ടാവുള്ളൂ, അത്തരത്തിൽ അധംപതിച്ചിട്ടാ ഉള്ളത് നമ്മുടെ സമൂഹം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള വാർത്തയാണ്, വിദ്യാർത്ഥികളാണ് ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ളത്. നമ്മൾ വിദ്യാലയങ്ങളിൽ അയക്കുന്നത് അവർക്ക് അറിവ് നൽകാനും ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അവരുടെ ഭാവി ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ നടന്ന് കാണുന്നത്. ലഹരിയിലൊക്കെ മുങ്ങി കുളിച്ചുകൊണ്ട് നടക്കുന്ന വിദ്യാലയങ്ങളിൽ കൂടുതൽ നമ്മൾ കാഴ്ചകളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ വിദ്യാലയങ്ങളിലെ അധ്യാപകന്മാരെ അത്രയധികം റെസ്പെക്ട് ചെയ്യുമല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, ആ ഒരു കാര്യത്തിന് അധ്യാപകന്മാരൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അധ്യാപകന്മാർ ബെഞ്ചിന്റെ മുകളിലൊക്കെ കയറ്റിയിട്ട് അങ്ങ് നിർത്തും, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി നിർത്തും. എന്താ കാരണം എന്ന് വെച്ചാൽ റീസൺ എന്ന് പറയുന്നത് ഒന്നിക്കിൽ ഒരു ഒച്ച വലുതായിട്ട് അങ്ങ് വെച്ചു, അല്ലെങ്കിൽ ഒന്ന് ഓടിക്കളിച്ചു ക്ലാസ് മുറിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ ക്ലാസ് മുറിയൊക്കെ നമ്മൾ പോയി നോക്കിയാൽ മതി ഈ കുട്ടികൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അച്ചടക്കത്തോടെ ഇരിക്കുന്ന ക്ലാസ് മുറികൾ ഇന്ന് കുറവാണ്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് വരുന്നുണ്ടോ, അതിനുശേഷം കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്, സ്കൂൾ വിട്ടതിന് ശേഷം മക്കൾ വരാൻ ലേറ്റായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കണം അവരെവിടെ പോകുന്നു എന്നുള്ളത്. അത് പെണ്ണായാലും ആണായാലും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ആണല്ലേ, ഇവള് പെണ്ണല്ലേ, പെണ്ണല്ലേ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല, ആണിനെയും പെണ്ണിനെയും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. പണ്ടത്തെ കാലത്ത് അധ്യാപകന്മാർ ചെറിയ ചെറിയ ശിക്ഷകൾ തന്നാൽ പോലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആ വേദനയും കൊണ്ട് ഇനി അത് ചെയ്യത്തില്ലേന്നും പറഞ്ഞ് നമ്മളങ്ങ് നടക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അധ്യാപകന്മാർക്ക് ചോദ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു കേസും കാര്യവും ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ പല അധ്യാപകന്മാരും ഇന്ന് പലതും കണ്ടിട്ടും കേട്ടിട്ടും അതൊന്നും കണ്ടില്ലെന്നടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. രക്ഷിതാക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം കുട്ടി തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരുത്താനുള്ളൊരു റൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഫ്രീഡം ഒക്കെ വേണം, ഫ്രീഡം നമ്മൾ കൊടുക്കുകയും ചെയ്യണം. പക്ഷെ ആ ഒരു ഫ്രീഡം ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലാവരുത്. ഇന്ന് നമ്മൾ ഓരോ പാർക്കിലോ ബീച്ചിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സ്കൂൾ കട്ട് ചെയ്ത് വരുന്ന ഒരുപാട് കുട്ടികളെ. എല്ലാവരും വിദ്യാർത്ഥികളാണ്. ഇവര് സ്കൂളും കട്ട് ചെയ്ത് വന്നിട്ട് ഈ പൊട്ടിപ്പൊരിയുന്ന വെയിലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ സദാചാര ഗുണ്ടായിസമാവും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കിടയിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുന്നത്.
നമ്മുടെ മക്കളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ? നമ്മൾ മെയിനായിട്ട് നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല. മക്കളുടെ പേഴ്സണലായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം. ചെറിയ മക്കളുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ വലിയ മുതിർന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചെറിയ മക്കള് ഫോൺ വാങ്ങിക്കുന്ന ടൈമിൽ പേഴ്സണലായിട്ടുള്ള പല ഡാറ്റാസും അതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നോക്കണം, ചെക്ക് ചെയ്യണം. ഇന്ന് നമ്മുടെ മക്കളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാവുന്ന നമ്മുടെ മക്കളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. നമ്മൾ അറിയുന്ന മക്കൾ അതായിരിക്കില്ല, പക്ഷെ ഈ ഒരു മൊബൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവം എത്തരത്തിലാണ് പോകുന്നതെന്നുള്ളത്. അവരെന്തൊക്കെയാ സെർച്ച് ചെയ്യുന്നത്, അവരെന്തൊക്കെയാ കാണുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. പോക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരുത്തണം. തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മക്കൾ നന്നാവും. നമ്മളത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. വഴിവിട്ട പല ബന്ധങ്ങളും വഴിവിട്ട പല കൂട്ടുകെട്ടുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് നമ്മളെ മൊബൈൽ ഫോണിന്റെ നല്ല വശങ്ങൾ കാണാതിരിക്കാനും പാടില്ല. ഇന്ന് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ആ മൊബൈലിൽ നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ 14 വയസ്സുള്ള പെൺകുട്ടികൾ 9ാം ക്ലാസ്സിൽ അയക്കാനാൽ 14 വയസ്സ് തന്നെ ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. 14-15 വയസ്സ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ബന്ധു വീട്ടിൽ അയക്കാനാലും നമുക്കിപ്പോൾ ആക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ബന്ധു വീട്ടിൽ ഏതെങ്കിലും ഒരാണ്, അവർ കസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. നമുക്ക് അവരെയും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. പണ്ടൊക്കെ നമ്മൾ അയൽ വീട്ടിലൊക്കെ നമ്മുടെ മക്കളെ കൊണ്ടാക്കിയിട്ടായിരിക്കും പല സ്ഥലത്തും പോകുന്നുണ്ടാവാൻ. എന്റെയൊക്കെ പേരന്റ് എന്നെ അയൽ വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകാറുണ്ട്. ഒരു കുഴപ്പവുമില്ല, നമ്മൾ അവിടുന്ന് കളിച്ചോളൂ അവർ വരുന്നവരെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ ചെറിയ മക്കളെ ആയാലും നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്താണ് വരുമ്പോഴേക്ക് സംഭവിക്കാമെന്ന് നമുക്കറിയില്ല. എല്ലാവരുടെയും മനസ്സ് അത്തരത്തിൽ മോശമായിരിക്കുക ചെയ്യുന്നത്. നമുക്കൊരാളെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ് ചെറിയ പിഞ്ച് മക്കളെയൊക്കെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കഥയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളിപ്പം വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയെ ബന്ധു തന്നെയാണ് ഇതുപോലെ ഗർഭിണി ആക്കിയിട്ടുള്ളതെന്നാണ് സൂചന. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരെയാ നമ്മൾ വിശ്വസിക്കുക? ഒരാളെയും വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് ആവുന്നില്ല. വിദ്യ അഭ്യസിക്കാൻ പോകുന്ന കലാലയങ്ങളിലാണ് ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകന്മാർക്കും ആകുന്നില്ല. അധ്യാപകന്മാരോടുള്ള റെസ്പെക്റ്റ് അടക്കം ഇപ്പോൾ പോയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ പൊതുനിരത്തിൽ ഇറങ്ങിയിട്ട് പോലും തോന്നിവാസം ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളായിക്കഴിഞ്ഞാലും ഇപ്പോഴുള്ള ടീനേജേഴ്സ് മുതിരുന്നുണ്ട്. അത് കണ്ടു നിൽക്കാനല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും പ്രതികരിക്കാനാവുന്നില്ല. ഇങ്ങനെയുള്ള സമൂഹമാണ് ഇപ്പൊ വളർന്നു വരുന്നത്. ഇതിനെതിരെ ശക്തമായി നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോവുക തന്നെ ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇനിയുള്ള തലമുറയും വളർന്നു വരുന്നത്. ഇവരെ മാതൃകയാക്കുകയാണോ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്? അല്ല, ഫ്രീഡം കൊണ്ട് ഇപ്പോഴുള്ള ടീനേജേഴ്സ് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണോ? നല്ലൊരു ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. ഇപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ മക്കളുടെ ഭാവി പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് ആവുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളായാലും അധ്യാപകന്മാരായാലും മുൻകൈ എടുത്തിട്ട് തന്നെ പ്രതിഷേധിക്കണം. ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കണം. അല്ലാതിരുന്നാൽ നാളെ നമ്മുടെ വീട് മുമ്പിലും ഇതുപോലുള്ള അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്.